मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। അയ്യോ, ഞാൻ മോഷ്ടിച്ചിട്ടില്ല. എന്റെ കണ്ണ് നോക്കിയ സത്യസന്ധത അറിയാം. വായടച്ചോണ്ട് വാടോ. ബ്രദർ, സത്യമായിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ എന്തിനാ ടെൻഷൻ ആവുന്നേ? ഞാനുണ്ടല്ലോ. എടാ, നീ ജയിലിന്റെ പുറത്താ, ഞാനാണെങ്കി അകത്തും. ഞാൻ എങ്ങനെ ടെൻഷൻ ആവാതിരിക്കുക? തോത്താറാം, ഞാൻ നിന്റെ വക്കീലിനോട് സംസാരിച്ചു. നിന്റെ ജിമ്മിൽ നിന്ന് 5 കോടി കള്ളനോട്ട് കിട്ടിയിട്ടുണ്ട്. അല്ല, എന്നിട്ട് എന്തിനാ ഇവരെ പിടിച്ചത്? അത് ശരിക്കുള്ള നോട്ടല്ലല്ലോ. അത് ഹണി, കള്ളനോട്ട് വെച്ചിരിക്കുന്ന തെറ്റാണ്. കൊച്ചേട്ടാ, വാ വീട്ടിലേക്ക് പോവാം. കള്ളനോട്ട് നമ്മൾ ഒളിപ്പിച്ച് വെക്കണം, ഇല്ലെങ്കിൽ പോലീസ് നമ്മളെയും പിടിച്ചുകൊണ്ട് പോവും. എന്റെ അടുത്തും കള്ളനോട്ടുണ്ടോ? ആ, നമ്മളാ ബിസിനസ് ഗെയിം വാങ്ങിയില്ലായിരുന്നോ? അതിന്റെ കൂടെ കള്ളനോട്ടും കിട്ടിയായിരുന്നോ? ഹണി, അതൊരു ഗെയിമാ. മനസ്സിലായി, ഇതും ഒരു ഗെയിം തന്നെയാ. ആ ഡ്യൂപ്ലിക്കേറ്റ് നന്ദുന്റെ ഗെയിം. ഡ്യൂപ്ലിക്കേറ്റ് നന്തുവോ? അയ്യോ, ഞണ്ടല്ല, ഡ്യൂപ്ലിക്കേറ്റ് നന്ദു, കള്ളനോട്ട് അടിക്കുന്നവൻ. ആദ്യം ഞാൻ അവന്റെ അടുത്താ ജോലി ചെയ്തോണ്ടിരുന്നെ. പിന്നെ വൈറ്റ് കളറായി, പോലീസിന് കൈക്കൂലി കൊടുത്തു. കള്ളനോട്ടിന് നല്ല നോട്ട് നമ്മളെ കൊടുക്കാൻ പാടില്ലെന്നാണോ? ബ്രോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? നിങ്ങൾ അകത്താണോ സേഫ്? പുറത്തേക്ക് വന്ന ഈ ഹണിയുടെ ശല്യം സഹിക്കണ്ടേ? ഇല്ല, അകത്താ ഡ്യൂപ്ലിക്കേറ്റ് നന്ദു ഉണ്ട്. അപ്പൊ ശരിക്കുള്ള നന്ദു എവിടെ? ഇവൻ ആരെങ്കിലും ഒരു ലോലിപോപ്പ് കൊടുക്ക, എന്നാ കുറച്ചു നേരം മിണ്ടാതിരിക്കും. എന്താ പ്രശ്നം? നന്ദു ആണ് എന്റെ ജിമ്മില് കള്ളനോട്ട് വെച്ച് എന്നെ കുടുക്കിയത്. ശരിക്കുള്ള നന്ദുവോ ഡ്യൂപ്ലിക്കേറ്റ് നന്ദുവോ? കൺട്രോൾ ബ്രോ, കൺട്രോൾ. എനിക്ക് മനസ്സിലായി. ആ ഡ്യൂപ്ലിക്കേറ്റ് നന്ദു നിന്നെ ഇതിൽ പെടുത്താൻ വേണ്ടി ഒരു കള്ളക്കളി കളിച്ചതാണ്. അത് തന്നെ. ഇപ്പൊ എന്താ ചെയ്യാ? നീ വിഷമിക്കണ്ട തോത്താറാം, ഞങ്ങൾ നിന്നെ രക്ഷിക്കാം, തീർച്ചയായും രക്ഷിക്കാം. എനി ഡൗട്ട്? എങ്ങനെ? ഞാൻ കുടുങ്ങിയത് ആ ഡ്യൂപ്ലിക്കേറ്റ് നന്ദു അറിഞ്ഞു കാണും. അവൻ ഉറപ്പായും സത്യം സമ്മതിച്ചു തരില്ല. സമ്മതിക്കും, പക്ഷെ അതിന് ഞങ്ങളും ഈ ജയിലിന്റെ അകത്തേക്ക് വരണം. ആ, അപ്പൊ ഒരു കാര്യം ചെയ്യാം. ആ ഡ്യൂപ്ലിക്കേറ്റ് നന്ദുവിനോട് പറഞ്ഞ് നമ്മുടെ വീട്ടിലും കള്ളനോട്ട് വെക്കാൻ പറയാം. അപ്പൊ നിന്നെ പോലെ തന്നെ ഞങ്ങളും അകത്താകും. അതിനൊന്നും ഒരു ആവശ്യമില്ല. ഇൻസ്പെക്ടർ പാണ്ഡെ ഉണ്ടല്ലോ. അദ്ദേഹത്തിന്റെ അടുത്തും കള്ളനോട്ടുണ്ടോ? ഇവിടെ കള്ളനോട്ട് ആവശ്യമില്ല. നമ്മൾ ജയിലിലേക്കാണ് പോണ്ടത്. അദ്ദേഹവും അകത്തേക്ക് വിടും. തോത്താറാം, ഞങ്ങൾ അകത്തേക്ക് വരാൻ പോവാ. ഓർമ്മ ഉണ്ടാവട്ടെ, ഞങ്ങൾ നിന്റെ ശത്രുവാണ്. ഓക്കേ, എനിക്ക് മനസ്സിലായി. നീ ടെൻഷൻ ആകണ്ട സുഹൃത്തെ, ഞങ്ങൾ ഇതാ വരാം. ഭൂപത്, നീ എനിക്ക് വേണ്ടി ഒരു സഹായം ചെയ്യോ? ആ, പറയുന്നേ. ഞാനൊരു നിരപരാധിയാന്ന് സ്വീറ്റിയോട് പറയോ? സ്വീറ്റിന്റെ അടുത്ത് എന്തിനു പറയണം? ഈ ലോകത്തിൽ ഇത് പറയാൻ സ്വീറ്റ് മാത്രമേ ഉള്ളൂ. വേറെ ആരടുത്തെങ്കിലും പറ. അയ്യോ, സ്വീറ്റ് ന്യൂസിൽ പറയും ഞാനൊരു നിരപരാധിയാന്ന്. എല്ലാവർക്കും മനസ്സിലാവും. ഞാൻ ഇതിനു വേണ്ടിയാ പറഞ്ഞേ. നത്തിങ് പേഴ്സണൽ ബ്രോ. നീ റിലീസ് ആവുമല്ലോ, അപ്പൊ തീർച്ചയായും എല്ലാവരും പറയും. എനി ഡൗട്ട്? വരൂ പോകാം. ഇൻസ്പെക്ടർ പാണ്ഡെയോട് സംസാരിച്ച് നമുക്കൊരു പ്ലാൻ ചെയ്യണ്ടേ? ഡ്യൂപ്ലിക്കേറ്റ് നന്ദു, എന്റെ കള്ളനോട്ടിന്റെ കളിയില് നീയും പെട്ടൂല്ലേ? ഡ്യൂപ്ലിക്കേറ്റ് നന്ദു. തോത്താറാം, നിർത്തൂ. ഞങ്ങളുടെ ജയിലിൽ അടിയോ? ഇതെന്റെ മുത്തശ്ശൻ മുഗളന്റെ ജയിലാ, മനസ്സിലായോ? ഇവിടെ നിങ്ങളുടെ പണി കാണിച്ചാൽ നിങ്ങളെ ഞാൻ കൊന്നൊടുക്കും. ആഹാ, ഇതെന്താ പുതിയ പറവയോ? ഈ ജയിലിൽ നിന്ന് ഞാനുള്ളപ്പോ ആരെ കൊണ്ടും പറന്നു പോവാൻ പറ്റില്ല. ആരാ പീക്കിരി പുള്ളാരി സാർ? അതെ, നീ ഒരു വലിയ കള്ളനൊന്നും അല്ല. നീ ഒരു ബൈവാണും അല്ല, പിന്നെ മയിൽ വാഹനവും അല്ല. അപ്പൊ ഞാൻ ആരാ? സാധാരണ ഒരു കിളി.
മിണ്ടാതെ ഇരിക്കണം കേട്ടോ, അല്ലെങ്കിൽ ഞാൻ നിന്നെ ബാർബിക്യൂ ആക്കും, മനസ്സിലായോ? മുത്തശ്ശൻ മുഗളറിന്റെ ജയിലില് ഞാനാ ജയിലറ്. അതുകൊണ്ട് ഇവിടെ ആരും തമ്മിൽ അടികൂടരുത്. ആ കിളിക്ക് ചീത്ത സമയം വരുമ്പോ ഈ പൂച്ചയെടുത്ത് മത്സരിക്കാൻ വരെ. നീ വായടക്കടാ ചിങ്ചാ. നന്ദു, ഡ്യൂപ്ലിക്കേറ്റ് നന്ദു. മതി നിർത്ത്. ഇങ്ങനെ കള്ളം പറയുന്ന ആൾക്കാരെ ഒരുപാട് പേരെ ഞാൻ കണ്ടതാ. ബ്രോ, ഇതാണ് ഡ്യൂപ്ലിക്കേറ്റ് നന്ദു, വലിയ ഗാങ്സ്റ്ററാ. നീ എന്താ പറയുന്നേ? നിങ്ങളാണോ ഡ്യൂപ്ലിക്കേറ്റ് നന്ദു? അതെ, ഡ്യൂപ്ലിക്കേറ്റ് നന്ദു. നിങ്ങൾക്ക് മുറുക്ക് വേണോ? നിങ്ങളൊക്കെ എങ്ങനെയാ, തോത്താറാമിന്റെ പഴയ ശത്രുക്കളാണോ? അതെ, നിങ്ങളെ പോലെ ഞങ്ങൾക്കും അവൻ ശത്രുവാണ്. തോത്താറാമിന്റെ ശരിക്കുള്ള അവസ്ഥ നിങ്ങൾ ഇന്ന് രാത്രി കാണും. പക്ഷെ രാത്രിയിൽ ഇരുട്ടായിരിക്കില്ലേ ബ്രോ? എങ്ങനെയാ കാണുന്നത്? എടാ വെട്ടി, ആക്രമിക്കാൻ പോകുന്ന കുറഞ്ഞ ചവിട്ടും ഇടിയും തൊഴിയുമാണ്. എടാ വഴിന്ന് മാറ്. എടാ തോത്താറാം, റോഡിലെ സിഗ്നൽ ആണെങ്കിൽ നിന്നിട്ടല്ലേ പോകുള്ളൂ. അതേപോലെ ഈ ബണ്ണിനെ കണ്ട ഒന്ന് നിന്നിട്ട് പോണം. ഏയ്, ഒന്തുന്ന പണിയൊന്നും വേണ്ട. ഉന്തിയല്ല വിടേണ്ടത്, നിന്റെ മോന്തയ്ക്കാണ് ഒന്ന് വിടേണ്ടത്. എടോ ഒന്ന് മാറി നിക്കടോ. അല്ല എന്താ ചെയ്യുന്നേ? എന്തിനാ ഇങ്ങനെ കുറുകെ കുറുകെ വരുന്നേ? എല്ലാവരെയും അവൻ പറ്റിക്കാൻ പോവാ. ഇന്ന് രാത്രി ഡ്യൂപ്ലിക്കേറ്റ് നന്ദു ജയിലിൽ ചാടാൻ പോവാ. അവൻ പറഞ്ഞു ജയിലർ ഒരു മണ്ടനാണ്, അയാളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റില്ലെന്ന്. എടാ ഡ്യൂപ്ലിക്കേറ്റ് നന്ദു, എന്നെ പറ്റിച്ച് ഈ ജയിൽ വിട്ടു പോകാതെ നീ കരുതിയോ? നിന്നെ എന്ത് ചെയ്യും നോക്ക്. എന്റെ മുത്തശ്ശൻ മുഗളയുടെ ജയിലിൽ നിന്ന് നീ അത്രയ്ക്ക് വേഗം രക്ഷപ്പെടാൻ പറ്റുമോ? നിന്റെ അവസ്ഥ വളരെ മോശമാണ്. നിനക്കെന്താ സൗണ്ട് ആയിട്ടാണോ കേൾക്കുന്നത്? സൗണ്ട് ആയിട്ടല്ല, വളരെ സൗണ്ട് ആയിട്ടാ കേക്കുന്നത്. ഞാൻ ജയില് വിട്ട് രക്ഷപ്പെടാൻ പോവാന്ന് ആരാ പറഞ്ഞേ? ഞാനാ. അത് തീർച്ചയായിട്ടും നമ്മുടെ തോത്താറാമിന്റെ പണി ആയിരിക്കണം. പണി കൊടുക്കണം. തെറ്റിയത് ആരാണെങ്കിലും പണി കൊടുക്കണം. അയ്യോ, പണി കൊടുക്കാനല്ല, അത് തോത്താറാമിന്റെ പണി ആയിരിക്കും എന്നാ പറഞ്ഞത്. എന്ത് പന്നിയോ? അപ്പൊ നമുക്ക് കട്ട് ചെയ്ത് കഴിക്കാലോ. അയ്യോ, ഇവന് കാതും കേൾക്കുന്നില്ലല്ലോ. തോത്താറാമിനെ പറ്റി എങ്ങനെയാ സത്യം പറയിക്കുക? എന്റെ കാതിനകത്ത് എന്തോ കൊയ്ന്ന് പറഞ്ഞ് കേട്ടോണ്ടിരിക്കുക. ആ ഇനി നോക്കിക്കോ, ഇത് തോത്താറാമിന്റെ പണിയായിരിക്കും ഞാൻ പറഞ്ഞത്. ഞാൻ ആ തോത്താറാമിനെ വെറുതെ വിടില്ല. ഞാൻ അവരെ ഡക്കച്ചിക്കാക്കാതെ വെറുതെ വിടാൻ പോകുന്നില്ല. അയ്യോ, കുളിച്ചോണ്ടിരിക്കുമ്പോൾ ആരാ വെള്ളം നിർത്തിയത്? ഞാനാണ്. ഇന്ന് നീ വെള്ളമില്ലാതെ കുളിക്ക്. തോത്താറാം, ആരെങ്കിലും രക്ഷിക്ക്. അയ്യോ, മരുന്ന് തേച്ചോ? തോത്താറാമിന്റെ അടുത്ത് നിന്ന് മോഷിച്ചു കൊണ്ടുവന്നതാ. ഇത് മരുന്നല്ല, മുളക് ചമ്മന്തിയാ. മുഖത്തില് ചമ്മന്തി വീണ് കഴിഞ്ഞാ അതിന് ഒരു വഴി മാത്രമേ ഉള്ളൂ. എന്ത്? അത് നമ്മൾ തുടച്ചെടുക്കണോ? അത്രേ ഉള്ളൂ. എനി ഡൗട്ട്?
അയ്യോ എന്തുകൊണ്ടാ എനിക്ക് മാത്രം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നേ? അയ്യോ ഈ തോത്താറാമാണ് നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് നന്ദുവിന് ഇങ്ങനെയൊക്കെ ചെയ്തത്. ഇത് തുടരും. ആ തോത്തോറാം ജയിലിൽ ഉള്ളതുവരെ നന്ദുവിന് സമാധാനമായിട്ട് ജീവിക്കാൻ സമ്മതിക്കില്ല. എനി ഡൗട്ട്? ഒരു ഡൗട്ടും ഇല്ല. നന്ദുവിനെ ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് വിചാരിച്ച് അവന്റെ ദേഹത്ത് ചമ്മന്തി തേക്കുകയാണ്. ഒന്ന് ആലോചിച്ചൊക്കെ ഇപ്പൊ ചട്നി ഒഴിച്ചു, നാളെ ആണെങ്കിൽ സോസ് ഒഴിക്കുമല്ലോ. അതിനുശേഷം ഒരു പ്ലേറ്റിൽ മാറ്റി വെച്ച് നിന്നെ മുറിച്ച കീറി കഴിക്കുക അവൻ. ഏയ് ഇല്ല. കുറച്ച് ദിവസങ്ങളുമല്ല, ഇനി കുറച്ച് വർഷങ്ങളിൽ അവൻ ഈ ജയിലിൽ തന്നെ ഉണ്ടാകും. അവൻ ഇവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങളെ വെറുതെ വിടാൻ പോകുന്നില്ല. എന്താ സത്യല്ലേ? ഇല്ല ജയിലർ സാർ, ജയിലർ സാർ, ജയിലർ സാർ. ഈ മുഗളർ ജയിലിന്റെ ജയിലറ് ഞാനാണ്. തോത്താറാം എനിക്ക് എന്താ ചെയ്തിരിക്കുന്നത് നോക്ക്. ഇത് തോത്താറാമ ചെയ്തെന്ന് നിന്റെ അടുത്ത് എന്താ ആധാരം ഉള്ളത്? പറയേ. ആ തോത്താറാമൻ എങ്ങനെയെങ്കിലും ഈ ജയിലിൽ നിന്ന് അയച്ചുവിട്. ഇതെന്താ നിന്റെ കുടുംബ ജയിലാണോ? അവൻ നിയമപ്രകാരം ശിക്ഷ കിട്ടിയിരിക്കുക. അവനെ കള്ളനോട്ടായിട്ട് തന്നെയാ പിടിച്ചത്. അല്ല, ആ കള്ളനോട്ട് ഞാൻ അവിടെ കൊണ്ടുപോയി വെച്ചത്. ഇത് കള്ളമാണ്. എന്റെ അടുത്ത് സാക്ഷിയുണ്ട്. മദൻ ചിക്കയാണ് കള്ളനോട്ടിനെ ബ്രൗൺ ബാഗിനകത്ത് വെച്ച് തോത്താറാമിന്റെ ജിമ്മിനകത്ത് വെച്ചത്. ആ എന്തിനു വേണ്ടി? കാരണം എനിക്ക് തോത്താറാമുമായിട്ട് പ്രതികാരം തീർക്കണമായിരുന്നു. എന്നെ പോലെ അവനെയും ജയിലിൽ അടയ്ക്കാൻ എനിക്ക് ആഗ്രഹമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. തോത്താറാം റെക്കോർഡ് ചെയ്തോ? ആ ബ്രോ റെക്കോർഡ് ചെയ്തു. തോത്താറാം ഇവനെ കൂടെ ഒരു ഫോട്ടോ എടുക്ക്. എന്തിന്? ഞാൻ പുറത്തു പോയിട്ട് എല്ലാവരോടും പറയും ഇവൻ എന്നെക്കാളും വലിയ മണ്ടനാണെന്ന്. ഞങ്ങളുടെ പ്ലാനിൽ ഇത്ര ഈസി ആയിട്ട് പെട്ടല്ലോ.